തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ 25ഓളം വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഛർദിലും വയറുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. രാവിലെ മുതലാണ് കുട്ടികൾ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. രാത്രിയിലും രാവിലെയും ഹോസ്റ്റലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. രാവിലെ കഴിച്ച സാമ്പാർ പുളിച്ചതാണെന്നുള്ള സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെയും ഹോസ്റ്റൽ ഭക്ഷണത്തിൽ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സംഭവത്തിൽ നാളെ കോളേജ് പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികൾ പരാതി നൽകും. ഇന്ന് രാവിലെ തൊട്ടാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് വയറുവേദനയായിട്ടും ഛർദിലായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഒന്നൊന്നായി വന്ന് ഇപ്പോൾ രാത്രി ഈ ടൈം ആകുമ്പോഴേക്കും 25ഓളം പേര് ഗ്രീൻ സോണിൽ വന്നു പോയി. കുറേ പേര് ഇപ്പോൾ റെഡ് സോണിലേക്ക് മാറ്റി യെല്ലോ സോണിൽ ഒബ്സർവേഷന് കിടത്തിയേക്കുന്നു. അഡ്മിറ്റ് ആവാനായിട്ട് കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബലമായ സംശയം ഇത് ഫുഡ് പോയ്സണിങ് അടിച്ചത് തന്നെ ആയിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് തന്നെയുള്ള ഫുഡ് ആയിരിക്കും എന്നാണ്. കാരണം പുറത്തുനിന്ന് ആരും ഞങ്ങൾ കോമൺ ആയിട്ട് ഇതും ജൂനിയേഴ്സിൽ നിന്നും ഉണ്ട്, ഞങ്ങൾ സീനിയേഴ്സ് ബാച്ചസിൽ നിന്നും ഉണ്ട് കുട്ടികൾ. അപ്പോൾ എന്തായാലും കോമൺ ആയിട്ട് ഒരിടത്തുനിന്ന് ഇത്രയും സ്റ്റുഡൻസ് എന്തായാലും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റൽ മെസ്സാണ്. അപ്പോൾ ഇത് മെസ്സിലെ തന്നെ ഫുഡ് പോയ്സണിങ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രയും പേർക്ക് ഒരുമിച്ച് വരുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും 1-2 പേർക്ക് വരും, അത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും, അതങ്ങ് പോകും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത്രയും പേർക്ക് ഒരുമിച്ച് 25ഓളം പേർക്ക് സിവിയർ ആയിട്ട് ഇപ്പോൾ റെഡ് സോണിലൊക്കെ കയറ്റിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്.